ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 20 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് ക്വാളിഫയർ 2-ലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണല്ലോ. ജിടിയുടെ ഈ ഒരു സീസണിലെ പ്രതീക്ഷകൾ അവിടെ അസ്തമിക്കുകയും ചെയ്തു. ഏതായാലും നാളെ പഞ്ചാബ് കിങ്സുമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ക്വാളിഫയർ 2 കളിക്കാൻ പോകുന്നത്. ഒരു വമ്പൻ പോരാട്ടം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും. അതെ, തീർച്ചയായിട്ടും ഒരു ക്വാളിഫയർ 2 എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ കൂടി നാളെ നടക്കുന്നതും ഒരു എലിമിനേറ്റർ പോരാട്ടം തന്നെയാണ്. കാരണം തോറ്റാൽ പുറത്തു പോവേണ്ടി വരും. വിജയിക്കുകയാണെങ്കിൽ RCBയുമായിട്ട് ആ ഒരു ടീമിന് ഫൈനൽ കളിക്കാനും സാധിക്കും. കാത്തിരിക്കാം നാളെ നടക്കുന്ന വമ്പൻ മത്സരത്തിന് വേണ്ടി തന്നെ. ഏതായാലും ഇന്നലത്തെ മത്സരത്തിനെ കുറിച്ച് ചിലത് പറയാനുണ്ട്. മുല്ലൻപൂരിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 228 എന്ന പടുകൂറ്റൻ സ്കോർ ഉയർത്തിയപ്പോൾ ജിടിയുടെ മറുപടി 6 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺസിൽ അവസാനിക്കുകയായിരുന്നു. എലിമിനേറ്ററിൽ മുംബൈ ഇന്ത്യൻസ് വിജയം നേടുമ്പോൾ എടുത്തു പറയേണ്ടത് അവർ ഭയന്നതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നാഷണൽ ടീമിനോടൊപ്പം മത്സരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ MIയുടെ 3 പ്രധാന താരങ്ങൾ പ്ലേ ഓഫിന് മുമ്പ് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത്തരത്തിൽ നാട്ടിലേക്ക് പോയ കളിക്കാർക്ക് താൽക്കാലികമായിട്ട് റീപ്ലേസ്മെന്റ് ആയിട്ട് താരങ്ങളെ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇങ്ങനെ റീപ്ലേസ്മെന്റ് ആയിട്ട് പകരക്കാരായി വന്ന താരങ്ങളുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്നുള്ളത് MI ആരാധകരൊക്കെ ഭയപ്പാടോടുകൂടിയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഭയത്തിന്റെ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും മികച്ച പ്രകടനമാണ് റീപ്ലേസ്മെന്റ് ആയിട്ട് വന്ന താരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതും. അതിലെടുത്തു പറയേണ്ടത് ജോണി ബെയർസ്റ്റോയുടെ കാര്യം തന്നെയാണ്. രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പണിംഗിൽ ഇറങ്ങിക്കൊണ്ട് ബെയർസ്റ്റോ വെടിക്കെട്ട് തുടക്കമാണ് ടീമിന് സമ്മാനിക്കുന്നത്. തുടക്കം മുതൽ ആക്രമണം അയച്ചുവിടുന്ന താരം വെറും 22 പന്തുകളിലാണ് 4 ഫോറുകളുടെയും 3 സിക്സറുകളുടെയും സഹായത്തോടുകൂടി 47 റൺസ് അടിച്ചുകൂട്ടുന്നത്. ആദ്യ വിക്കറ്റിൽ ഹിറ്റ്മാനോടൊപ്പം 7.2 ഓവറുകൾ അവസാനിക്കുമ്പോഴേക്കും 84 റൺസിന്റെ കൂട്ടുകെട്ട് അവർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു പ്രകടനം തന്നെയാണ് ടീമിന് 228 എന്ന മികച്ച സ്കോറിലേക്ക് ഇന്ധനമായതും. പകരക്കാരനായി മുംബൈ ഇന്ത്യൻസ് ഇന്നലെ മറ്റൊരു താരത്തെ കൂടി കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു നീക്കവും ക്ലിക്കാവുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. മറ്റാരുമല്ല, ഇംഗ്ലീഷ് പേസറായിട്ടുള്ള റിച്ചാർഡ് ഗ്ലീസണും നിർണായകമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇന്നലത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളതും. ശരിയാണ്, അദ്ദേഹം ഒരു അല്പം റൺസൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷേ നിർണായക ഘട്ടത്തിൽ സായി സുദർശൻ എന്ന വലിയ വിക്കറ്റ് വീഴ്ത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രവുമല്ല, ജിടിയുടെ അവസാന ഓവറിൽ 24 റൺസ് ജിടിക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ ആദ്യ 3 പന്തുകൾ എറിഞ്ഞുകൊണ്ട് വെറും 3 റൺസ് മാത്രമാണ് അദ്ദേഹം വാങ്ങിയിട്ടുണ്ടായിരുന്നതും. പരിക്ക് കാരണം ഓവർ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി അപ്പോഴേക്കും മുംബൈ ഇന്ത്യൻസ് വിജയം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ള താരങ്ങൾ മികച്ച പ്രകടനം പുറത്തെടുത്തു എന്നുള്ളത് MI ആരാധകർക്ക് സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ്. പക്ഷേ നാളെ പഞ്ചാബ് കിങ്സിനെതിരെ ഇതേ ഒരു പ്രകടനം മുംബൈ ഇന്ത്യൻസിന് നടത്താൻ സാധിക്കുമോ? കാത്തിരുന്ന് കാണാം.